सत श्री अकाल। सत श्री अकाल। हरिंदर कहाँ है? इतना टाइम हो गया, ढाबा पे नहीं गया अभी तक? ഇന്ന് പിള്ളേരുമായിട്ട് പുറത്തു പോകാനിരിക്കുക ഡ്രസ് എടുക്കാൻ. ഉത്സവമല്ലേ വരുന്നത്? അത് നന്നായി. പക്ഷെ അവനെ കണ്ണു കെട്ടി വിടണം. ഇല്ലെങ്കിൽ പിള്ളേരെ ആരെങ്കിലും നോക്കും, അവന്റെ സ്വഭാവവും മാറും. അവൻ കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങുമ്പോ ഉള്ളില് തീയ. എന്റെ ഉശിരാവന് കിട്ടിയിരിക്കുന്നത്. സസ്രീകൽ ബാബുജി. സസ്രീകൽ ബേട്ട. നീ ഇന്ന് കടയിൽ പോകുന്നില്ലേ? പോണം. അതെങ്ങനെയാ? ടൗണിൽ പോണെന്ന് പറഞ്ഞ അവളമാരെ വളഞ്ഞിരിക്കല്ലേ. പിന്നെ പപ്പൻ ഉള്ളതുകൊണ്ട് പേടിക്കണ്ട, കടയിലെ കാര്യങ്ങൾ അവൻ നോക്കിക്കോളൂ. എനിക്കെന്തോ അവൻ അത്ര വിശ്വാസം പോരാ. ഒരു കള്ള ലക്ഷണമുണ്ട്. ബാബുജി പപ്പനെ വിശ്വസിക്കാം, നല്ലവനാ. ഇവരെയൊക്കെ സ്വന്തം പെങ്ങന്മാരെ പോലെ കരുതുന്നേ. ഇന്നലെ തന്നെ നീതുവിനൊരു പ്രശ്നം വന്നപ്പോ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? ശ്വേത എന്ത് കോലമാടിയത്? ഇത്തിരി വൃത്തിയുള്ള എന്തെങ്കിലും ഇട്ടൂടെ നിനക്ക്? ഒന്ന് തരിഞ്ഞ ഒരു ട്രെൻഡ്. അമ്മേ സമയം പോണു. നന്നായിട്ടൊന്ന് ഡ്രസ് സെലക്ട് ചെയ്യാനുള്ള സമയം കൂടി കിട്ടില്ല. കേറിക്കോ. അമ്മ ഗുളി കഴിക്കണം, ഇന്നലത്തെ പോലെ മറക്കരുത് കേട്ടോ. ശരി മോനെ. നീ കടയിൽ കയറില്ലേ? കയറിട്ടേ പോവുള്ളൂ. പേടിക്കണ്ടടി, എല്ലാ കടയിലും കയറി നിറങ്ങാനുള്ള സമയമുണ്ട്. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാൽ അളക്കുമ്പോ ബീഡി വലിക്കരുത്. ബീഡി അളക്കുമ്പോ പാല് വലിക്കാം. തറുതല പറയുന്നടാ. അവന്റെ അനിയനാണെന്ന് നോക്കില്ല, ഒറ്റ ചവിട്ടിച്ചെറി ഞാൻ. എന്റെ അനിയനോ? പിന്നെ എന്റെ അനിയന ഹരിയന്വേഷ് വന്നല്ലേ, ഒന്നും തരണ്ട. ഈ കിട്ടിയതിനെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതെ, നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ നമ്മുടെ ചെരുപ്പ് ആരെങ്കിലും എടുത്തിട്ടുണ്ട് പോയാൽ കിട്ടിയ ചെരുപ്പ് ഇട്ടുണ്ടെങ്കിൽ പോരില്ലേ? അങ്ങനെ കരുതിയാ മതി. നല്ല അനിയനാ, നീ എടുത്തോ. എന്റെ ഹരി ദേ പോണു. അതാ ശ്വേത, നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? അതാ എന്റെ പൂജ. ഞാനും കാണുന്നുണ്ട് ആ കണ്ണുകളിലെ പ്രണയം. നിങ്ങൾ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? എന്റെ സൈസ് ഒപ്പിച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ടോ? അനിയനല്ലെങ്കിലും ഞാൻ നിനക്ക് തുടർന്ന് തന്നു. നമ്മുടെ അച്ഛൻ പോലും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല.